നമ്മൾ ഇന്ന് പഠിക്കുന്നത് കൂളംസ് ഫോഴ്സാണ്. കൂളംസ് ഫോഴ്സ് എന്താണ്? രണ്ട് പോയിൻ്റ് ചാർജസ്, രണ്ട് പോസിറ്റീവ് ചാർജ് ആവട്ടെ നെഗറ്റീവ് ചാർജും, ഒന്നീ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ രണ്ട് ചാർജസ് അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പോസിറ്റീവ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട് അല്ലേ? അപ്പം ആ ഫോഴ്സ് ഇവർ ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ഇറ്റ് ക്യാൻ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. അപ്പോൾ എന്താണ്, ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്, Q1 ആൻഡ് Q2. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദം will be F will be directly proportional to Q1 Q2. F will be force will be directly proportional to the product of the charges Q1 Q2, and F will be inversely proportional to the square of the distance between them. Okay, F is directly proportional to the product Q1 Q2 and F is inversely proportional to the square of the distance between them. നമ്മൾ അവരെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് Q1 Q2 divided by R square. Proportionality എടുത്ത് കളയണമെങ്കിൽ we have to put the constant which will be 1 by 4 pi epsilon naught Q1 Q2 divided by R square. 1 by 4 pi epsilon naught Q1 Q2 by R square. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി, പോയിൻ്റ് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പോയിൻ്റ് ചാർജ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ മൂവിങ് ചാർജ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൂവിങ് ചാർജ് പറയുമ്പോൾ മാഗ്നറ്റിസത്തിലോട്ട് പോകുമ്പോഴാണ് മൂവിങ് ചാർജിൻ്റെ കാര്യം പറയേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ ഫുള്ള് പോയിൻ്റ് ചാർജാണ്. സോ പോയിൻ്റ് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പോയിൻ്റ് ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഫോഴ്സ് വെക്റ്റർ ആകുമ്പം അതിനെ വെക്റ്ററിൽ ഡിനോട്ട് ചെയ്യുമ്പം ഇറ്റ് ഈസ് 1 by 4 pi epsilon naught Q1 Q2 divided by R square into AR. 1 by 4 pi epsilon naught Q1 Q2 by R square into AR. ഇനി ഇതിൻ്റെ അകത്ത് എപ്സിലോൺ നോട്ട് എന്താണ്? എപ്സിലോൺ നോട്ട് എന്താണ്? എപ്സിലോൺ നോട്ട് ഈസ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. Absolute permittivity which is given by 8.854 into 10 raised to minus 12 farad per meter. Absolute permittivity is 8.854 into 10 raised to minus 12 farad per meter. Absolute permittivityയുടെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ഫാരഡ് പെർ മീറ്റർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോഴ്സ് എന്താണ്? ദിസ് ഫോഴ്സ് ഈസ് ഇൻ ഫ്രീ സ്പേസ്. ഈ ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസിലാണ്. ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് ആണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണെങ്കിൽ, ഏതെങ്കിലും വേറൊരു മീഡിയത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 by 4 pi epsilon naught epsilon r Q1 Q2 divided by R square into AR. Okay, അപ്പം എപ്സിലോൺ ആർ എന്താണ്? ഇറ്റ് ഈസ് എ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആർ ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആറിൻ്റെ യൂണിറ്റ് എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ഒരു യൂണിറ്റ് പോലും ഇല്ല. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് ഫാരഡ് പെർ മീറ്റർ ആണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അതിന് യൂണിറ്റ് ഇല്ല. ദർ ഇസ് നോ യൂണിറ്റ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പക്ഷേ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓരോ മെറ്റീരിയലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വേറൊരു പേര്, പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വേറൊരു പേരാണ്. ഇതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എപ്പോഴും വേരീസ് ബിറ്റ്വീൻ 1 to 10 ഇടയിലാണ് വാല്യൂ വേരി ചെയ്യുന്നത്. ഓക്കെ, വാല്യൂ വേരീസ് ബിറ്റ്വീൻ 1 to 10.
relative permittivity of air, mu r of air is 1. Relative permittivity of paper between 2 to 3, between 2 and 3. Relative permittivity of mica is between 2.5 to 6. ഇതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഓൾമോസ്റ്റ് ഓൾ വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ എല്ലാ സാധനത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ലൈസ് ബിറ്റ്വീൻ 1 to 10 ആണ്. പക്ഷേ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ മാത്രം 81 ആണ്. Okay, in some questions they can ask what is the relative permittivity of water. Relative permittivity of water is 81. വാട്ടർ അല്ലാതെ വെള്ളത്തിനല്ലാതെ ബാക്കി എല്ലാ വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ 1 to 10. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 electrons സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ വേരീസ് ആസ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഫോർമുല ഫോഴ്സ് ബിറ്റ്വീൻ 2 electrons എന്ന് പറയുമ്പം കൂളംസ് ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 epsilon naught epsilon r q1 q2 divided by r square into ar cap. അപ്പം കൂളംസ് ഫോഴ്സ് എന്താണ്? വേരീസ് ഇൻവേഴ്സ്ലി. അപ്പോൾ ആൻസർ ഏതായിരിക്കും? r⁻² ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 2 charges are placed at a certain distance apart. 2 ചാർജസ് ഉണ്ട്, പോസിറ്റീവോ നെഗറ്റീവോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. 2 ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസ് അപ്പാർട്ട്. എ ബ്രാസ് ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം. ഇവരുടെ ഇടയിൽ കൊണ്ടുവന്ന ഒരു ബ്രാസ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം വിൽ, ഫോഴ്സ് എന്താകും? നമുക്കറിയാം, ഇതിപ്പം ആദ്യമേ ഈ 2 ചാർജസ് എന്തായിരുന്നു? ഫ്രീ സ്പേസിലിരിക്കുമായിരുന്നു. ഒരു ബ്രാസ് ഷീറ്റ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്താണ്? അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്തായി? കൂടി. അല്ലെങ്കിൽ തന്നെ ഒരു ഇതെന്തായിരിക്കും? ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇടയിൽ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്തായാലും കുറയും. സോ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം വിൽ ഡിക്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്താണ്? 0 ആണോ? അല്ല. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഇസ് 1. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് 10. നമുക്ക് തന്നിട്ടുണ്ട് mu r ഓഫ് എ മെറ്റീരിയൽ ഈസ് 10. വാട്ട് ഈസ് ദ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി? സോ വി നോ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ r. എപ്സിലോൺ എന്താണ്? പെർമിറ്റിവിറ്റി. സോ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ r. ഇവിടെ എപ്സിലോൺ r എന്ത് തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എപ്സിലോൺ നോട്ട് ഈസ് 8.854 into 10⁻⁻12 into 10. So it will be 8.854 into 10⁻⁻11 farad per meter. So the relative permittivity of the material is 10. Its absolute permittivity will be 8.854 into 10⁻⁻11 farad per meter. Sixth question, another name of relative permittivity is dielectric constant. അടുത്ത ക്വസ്റ്റ്യൻ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മോസ്റ്റ് മെറ്റീരിയൽ ലൈസ് ബിറ്റ്വീൻ, എല്ലാ മെറ്റീരിയലിൻ്റെ വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ 1 to 10 ആണ്. ഒരെണ്ണത്തിന് മാത്രം കൂടുതലാണ്, ദാറ്റ് ഈസ് വാട്ടർ. വെള്ളത്തിൻ്റെ എത്ര റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ദാറ്റ് ഈസ് 81. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഈസ് ഇൻക്രീസ്ഡ്, mu r ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജ് പ്ലേസ്ഡ് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് അപ്പാർട്ട്. അപ്പം നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം. ഫോഴ്സസ് 1/4 epsilon naught epsilon r q1 q2 by r square ar. അപ്പം നമ്മളിവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കൂട്ടുവാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഫോഴ്സ് കുറയും അല്ലേ? ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ വാല്യൂ കുറയും. ഇത് സെയിം സാധനം തന്നെയാണ്. രണ്ട് ചാർജസിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചാലും അപ്പോൾ എന്താണ്? അപ്പോൾ അവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അടുത്ത ക്വസ്റ്റ്യൻ,
Two charges are placed at a distance apart. If a glass slab is placed between them, the force between the charges will. ഇതും സെയിം ആൻസർ ആണ്. It will decrease. 10th question. There are two charges of +1 microcoulomb and +5 microcoulomb. The ratio of the forces acting on them will be. അതായത് നമുക്ക് ഒരു +1 മൈക്രോകൂളോം വീണ്ടും ഒരു പോസിറ്റീവ് ചാർജായ +5 മൈക്രോകൂളോം ഉണ്ട്. അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് 6. അവരുടെ ഇടയിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ റേഷ്യോ പറയാനാണ്. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് അല്ലേ. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ വന്നിട്ട് ഒരാൾ ഇങ്ങോട്ടും പോകാനാണ് ചാൻസ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഫോഴ്സ് സെയിം അല്ലേ. സോ ദ ഫോഴ്സിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഫസ്റ്റ് ചാർജും ഇത് നമ്മൾ സെക്കൻഡ് ചാർജുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് F12 ആൻഡ് ദിസ് ഈസ് F21. ഓക്കെ, സോ F12 is to F21 will be equal to 1:1. Force acting on both of them will be same and it will be repulsive in nature. അപ്പോൾ രണ്ടെണ്ണത്തിനെ നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ they will be repelling in the ratio 1:1. അടുത്ത ക്വസ്റ്റ്യൻ, a soap bubble is given a negative charge. ഒരു സോപ്പ് ബബിളിന് ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ its radius increases. A soap bubble is given a negative charge, its radius increases.